ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്താ ഞാൻ എങ്ങോട്ടാ പോകുന്ന പറ ആ കൊച്ചി പോവാണെങ്കിൽ വ്ളോഗ് മസ്റ്റാണ്. അപ്പം നമ്മൾ ഇപ്പോൾ കൊച്ചിക്ക് പോവാണ്. ദിലുവിൻ്റെ അടുത്ത് അച്ഛനും അമ്മയും മക്കൾസും ഒക്കെ ഓൾറെഡി അവിടെ ഉണ്ട്. ഞാനും ഏട്ടനും നന്ദും കൂടെ പോവാ കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചൊരു വ്ളോഗ് എടുക്കുക. കുറേ ദിവസമായാലും എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട്. അതിൽ കാര്യമായിട്ട് ഇടാനൊന്നുമില്ല. രാവിലെ എഴുന്നേൽക്കുന്നു, വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ക്ലിനിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, ഇതൊക്കെ തന്നെയുള്ളൂ. ഇപ്പോൾ കുറേ ആയി UK പോയി വന്നിട്ട് എങ്ങോട്ടും പോയിട്ടില്ല. അപ്പോൾ ഒരു ബ്രേക്ക് വേണമെന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. ഭയങ്കര ഒച്ചല്ലേ. ഓക്കെ ഓക്കെ മമ്മി, ബൈ ബൈ. ഡാഡി ബൈ ബൈ ബൈ. ഉറങ്ങും, എല്ലാരും ഉറങ്ങും. തലേണൊക്കെ സെറ്റാക്കിട്ട് അപ്പൊ രണ്ടാളും അടിപൊളിയായിട്ട് അടിച്ചു പൊളിച്ചു നിന്നോ കേട്ടോ. പോയി വരെ. ഓക്കെ ബൈ. ഓക്കെ നന്ദമ്മ പാവം എന്റെ നന്ദുവിനെ കൂട്ടാണ്ട് എല്ലാരും പോയി. അച്ഛനും അമ്മയും ആമിയും ദിയയും പോയി. എന്റെ നന്ദുവിനെ കൂട്ടിയില്ല. അയ്യോ പാവം. സ്കൂളിൽ പോയി നല്ല കുട്ടിയില്ല. സ്കൂളിൽ പോയില്ലേ? ഗുഡ് ഗേളാ. പോയി പോയി കൊറേ നേരമായിട്ട് എന്തൊക്കെയോ ചളി അടിക്കുന്നുണ്ട് ഇവിടെ ഇരുന്നിട്ട്. നമ്മൾ കൊറേ ആയില്ലേ കണ്ടിട്ട് എല്ലാവരും. സോ നമുക്ക് കൊച്ചി അടിച്ചു പൊളിക്കാം. ഈ ഏട്ടൻ എന്നെ എവിടെയും കൊണ്ടുപോകുന്നില്ല. അതാ വ്ളോഗൊന്നും എടുക്കാൻ പറ്റാത്ത. എനിക്കിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ വ്ളോഗ് എടുക്കാനാണ് ഇഷ്ടം കേട്ടോ. അല്ലാതെ ഇപ്പം എന്താ ഇപ്പോൾ പറയാനുള്ള ഒന്നുമില്ല. ഓക്കെ, ഇപ്പം ഇടയ്ക്കിടയ്ക്ക് എന്നെ ട്രിപ്പ് കൊണ്ടുപോകണം എന്നാ ഞാൻ പറയുന്നത്. സർ, ഹലോ സർ. സർ സർ പറയുന്ന കേൾക്കുന്നുണ്ടോ സർ? ഇല്ല സർ. ഓക്കെ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുന്ന കാര്യം ഞാൻ മറന്നുപോയി കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ കൊച്ചിയിലെത്തി. അത് കഴിഞ്ഞ് അവിടെ നിന്ന് അച്ഛനെയും അമ്മേനെയും ദിലുവിനെയും പിക്ക് ചെയ്തത് മിലാന ഐസ്ക്രീംസിൽ വന്നു. പിന്നെ അവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചു. അവിടെ നിന്നൊരു റൗണ്ടൊക്കെ അടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് ഫ്ലാറ്റിലോട്ട് തന്നെ പോയി. അപ്പോൾ അന്ന് കൂടുതലായിട്ടൊന്നും ചെയ്യാനില്ല. ഞങ്ങൾ എത്തുമ്പോൾ തന്നെ നൈറ്റായി. ഇപ്പോൾ വെറുതെ ഒന്ന് പുറത്തിറങ്ങി. ഞങ്ങൾ എത്തുമ്പോഴേക്കും ഇതിൽ ഫുഡൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് വെറുതെ പുറത്തിറങ്ങി ഞങ്ങളൊന്ന് കറങ്ങി വന്നു. അങ്ങനെ ആദ്യത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു കേട്ടോ. ഹലോ, വെൽക്കം ടു ഡേ 2. ഇപ്പം ഞാൻ ഇൻഡസ് മോട്ടോഴ്സിൻ്റെ സർവീസ് സെൻറ്ററിൽ നിൽക്കാം കേട്ടോ. നല്ല കേൾക്കുന്നുണ്ടോ? കാറിൽ AC പെട്ടെന്ന് വർക്ക് ചെയ്യാനുണ്ടായി. അപ്പോൾ ഇന്ന് തിരിച്ചു പോകേണ്ടതല്ലോ. അപ്പം അത് ശരിയാക്കാൻ വേണ്ടി ഇവിടെ ഇൻഡസ് മോട്ടോഴ്സിൻ്റെ സർവീസ് സെൻറ്ററിൽ വന്നിരിക്കാം. അപ്പോൾ കാറൊക്കെ ശരിയാക്കി ഞങ്ങൾക്ക് അപ്പോഴേക്ക് വിശക്കാൻ തുടങ്ങി. അപ്പോൾ അതേ ഫ്ലാറ്റിൻ്റെ അടുത്തുള്ള ഒരു ബേക്കറി, അവിടെ കുറേ സ്നാക്സൊക്കെ കണ്ടു. അങ്ങനെ ഞങ്ങൾ അവിടെ നിർത്തി ഒരു ചായയും കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ലുലുവിലേക്ക് പോയി. ലുലു മോളിൽ പോയി ചെറിയൊരു ഷോപ്പിങ്ങൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കൊച്ചി വരെ വന്നിട്ട് ലുലുവിൽ കയറിയിട്ടില്ലേ, മോശമല്ലേ. അങ്ങനെ ലുലുവിലൊക്കെ ഒന്ന് കറങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ മുകളിൽ ഫുഡ് കോർട്ട് പോയി ഗ്രില്ലാക്സ് എന്ന ഫുഡൊക്കെ കഴിച്ചു. നല്ല ലഞ്ചായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അടുത്ത ലക്ഷ്യം ഫുഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചൂരയിൽ കയറാന്നുള്ളതാണ്. നമുക്ക് ആമീനേക്കാളും ഇൻട്രസ്റ്റാണ് അവിടെ കളിക്കാൻ പോകാൻ എനിക്ക്. അപ്പം വേഗം വയറൊക്കെ നിറച്ചിട്ട് കളിക്കാൻ പോകാനുള്ള തിരക്കില്ല. അതിൻ്റെ ഇടയ്ക്ക് അവിടെ നിന്നൊരു സാരി വാങ്ങിച്ചു. ലുലു സെലിബ്രേറ്റ് എന്ന് ഒരു സാരി ഇഷ്ടപ്പെട്ടു. അങ്ങനെ അത് വാങ്ങിച്ചു. ഇപ്പോൾ കളിക്കാൻ പോവാണ്. ആ റൈഡ് അടിപൊളിയാട്ടോ, നല്ല ഫീലാണ്. ആരെങ്കിലും റൈഡിൽ കയറിയിട്ടില്ലേ ഒന്ന് കയറി നോക്കണേ, നല്ല രസമാണ്, പേടിയൊന്നും ആവില്ല. ശരിക്കും എൻജോയ് ചെയ്തു. നല്ല ഹാപ്പിയാണ് അതിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ. ഇപ്രാവശ്യത്തെ ട്രിപ്പിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത് ഇവിടെയാണ്.
കൂടുതലും മറ്റേ ആൻറ്റി ഗ്രാവിറ്റിയിൽ കയറി. എല്ലാം അടിപൊളിയായിരുന്നു. ആൻറ്റി ഗ്രാവിറ്റി ഞാൻ കുറച്ച് പേടിച്ചു. പിന്നെ വേറൊരു റൈഡും കൂടെ ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ആരും എടുത്തു തന്നില്ല. അത് ശരിക്കും അടിച്ചു. നെക്സ്റ്റ് ടൈം കയറുകയാണെങ്കിൽ ഞാൻ വീഡിയോ എടുത്തിടാം കേട്ടോ. അതിൽ മാത്രമാണ് ഞാൻ പേടിച്ചത് ശരിക്കും. ഞാൻ ഗ്രാവിറ്റിയിൽ കയറുമ്പോൾ പേടിക്കുന്ന ഞാൻ വിചാരിച്ചത്, പക്ഷെ അത് ഓക്കെ ആയിരുന്നു എനിക്ക്. പിന്നെ ഇതൊരു 3D സംഭവം കൊള്ളായിരുന്നു. അതും നന്നായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ എനിക്ക് തോന്നുന്നു അന്നത്തെ ഡേയിൻ്റെ ഒരു പകുതിയോളം ടൈം ഇതിൻ്റെ ഉള്ളിൽ തന്നെ പോയി എന്ന് തന്നെ പറയാം. ശരിക്കും ഒരു എന്താ പറയുക, അടിച്ചു പൊളിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തഹിലാനി ചാട്ട് ഹൗസ് പോയി. അവിടുത്തെ ലസ്സി ട്രൈ ചെയ്യണം എന്നുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ മുന്നേ പ്ലാൻ ചെയ്തിട്ടാണ് വന്നത്, മിലാൻ ഐസ്ക്രീംസും ഇതൊക്കെ. അപ്പോൾ ഇവിടുന്ന് ചാട്ട്സും മറ്റേ അവിടുത്തെ ലസ്സി അടിപൊളിയാണ്, ട്രൈ ചെയ്ത് നോക്ക്, നല്ല രസമുണ്ട്. ഞാൻ അതൊക്കെ കഴിച്ചു. അങ്ങനെ ഒരു കുട്ടി കൊച്ചി വ്ളോഗ് ഇവിടെ കഴിഞ്ഞു. ഇനി അടുത്ത വ്ളോഗായിട്ട് കാണുന്നവരെ ബൈ ബൈ.